ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വളരെ പോപ്പുലറായിട്ട് നമുക്ക് കേൾക്കുന്നൊരു ടേമാണ് ടാക്സ് പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ടാക്സ് പ്ലാനിങ്? ടാക്സ് പ്ലാനിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടാക്സ് പ്ലാനിങ് നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മുടെ വരുമാനം, ബാക്കി കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ വരുമാനങ്ങൾ വരുന്നത് എന്നും. പിന്നെ ഇൻകം ടാക്സ് ആക്റ്റിൽ പല പല കിഴിവുകളോ അല്ലാന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഒളിഞ്ഞിരിക്കുന്ന ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടാക്സ് പരമാവധി കുറയ്ക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്.